ചെറുപ്പക്കാരെ, നാട്ടിലുള്ള പിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ നബിയർ നമ്മോട് വിട പറഞ്ഞു. മുൻകറയ്ക്കും സ്വലാത്തു വസ്സലാം ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ നബിയുള്ളത്. ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു ഒരു നിർണായക ഘട്ടത്തിൽ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ അവിടുന്ന് കൈകാലുകളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കൂട്ടുകാർ ഓടിയെത്തിയപ്പോൾ ജഅഫർ തങ്ങൾ പറഞ്ഞൊരു പദം, ഞാൻ ചിലപ്പോൾ മരണപ്പെട്ടു, എന്തെങ്കിലും എൻ്റെ അരികിൽ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ നദിയിൽ ഈ പരിസരത്തുള്ള നിങ്ങളുമൊത്ത് സഹവസിച്ച് ജീവിച്ചു നടന്ന നമ്മുടെ നദിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാക്കിലോ മറ്റോ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അല്ലാഹു തആല നമ്മുടെ കൂട്ടുകാരനെ പെട്ടെന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. റബ്ബിന്റെ ഖദാഇൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഞാനൊരു വാക്ക് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് നേരത്തെ ഉസ്താദുമാരും സാദാത്തുക്കളും ഒക്കെ പറഞ്ഞതുപോലെ നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണമുണ്ട്. നാളെ നമുക്ക് വേണ്ടി 500 പേര് അല്ലെങ്കിൽ 1000 പേര് പോകട്ടെ, ഒരു 100 പേര് നമുക്കൊരു യാസീനോദാൻ നമുക്കുണ്ടാകുമോ എന്ന നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ നദീറിനെ കൊണ്ട് നോക്കുമ്പോൾ വലിയ ഭാഗ്യവാനായ കുട്ടിയെക്കൊള്ളെ നാം ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടോ എന്ന് നാം ഈ ഘട്ടത്തിലൊന്ന് വിലയിരുത്തുക. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു നിർണായക ഘട്ടം ലഭിച്ചു. ആ ലഭിച്ച സന്ദർഭത്തിൽ അവിടുന്ന് ചോദിച്ച ഒരു രംഗമുണ്ട്. അവിടുത്തെ പുന്നാര മുത്തുനബിയുടെ പൊന്നുമകൾ ബാപ്പയുടെ ഉമ്മയുടെ ചാരത്തേക്ക് പോകാനിരിക്കുമ്പോൾ ഒരു വല്ലാത്ത മാറ്റം, ഒരു പ്രത്യേകമായിരിക്കുന്ന ശൈലി. അപ്പോ ആ പൊന്നുമകളോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത്? ഞാൻ എൻ്റെ ബാപ്പയുടെ അരികിലേക്ക്, എൻ്റെ ഉമ്മയുടെ അരികിലേക്ക് ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞു, സ്വന്തം ഭാര്യ എന്ന നിലക്ക് ഞാൻ വല്ലാതെ കുടുങ്ങിയ ഒരു ഘട്ടമുണ്ട് ഭർത്താവേ. ജീവിതത്തിൽ വഴിമുട്ടി എൻ്റെ ഒട്ടിപ്പിടിച്ച വേറുമായി കിടക്കുന്ന 2 പിഞ്ചു പൈതലുകൾ, ആ പൈതലുകളെ കണ്ടപ്പോൾ മനസ്സ് പൊട്ടിയിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ വലിയപ്പ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടത് ഒരു ഗതിയില്ലാത്ത ആൾക്കായി പോയി. അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ കുട്ടികൾ ഇങ്ങനെ പട്ടിണി കിടക്കില്ല എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്കത് പൊരുത്തപ്പെട്ട് തരണം. ആരാണ്? ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ പൊന്നുമകൾ എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയൊരു ചാൻസ്. അലി ഇബ്നു അബീ ത്വാലിബ് അത് നഷ്ടപ്പെടുത്തിയില്ല. ഫാത്തിമയുടെ കവിളത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമയെ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്താണ് ഭർത്താവെ? എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളുടെ ബാപ്പയുടെ അരികിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ ഉമ്മയുടെ ചാരത്ത് ചെന്നിരിക്കുമ്പോൾ, ഒരു വേള നിങ്ങളും ഈ പൊന്നുമക്കളായ ഹസൻ ഹുസൈൻ എന്ന മക്കൾ നിങ്ങളുടെ ബാപ്പയുടെ കൈയൊക്കെ പിടിച്ച് സ്വർഗത്തിലേക്ക് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ അലിയെ കാണൂല. അലിയെ മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഭരിക്കപ്പെടുന്നത് കണ്ടാൽ ശഫ്യഈനി, ഫാത്തിമ ഉപ്പയുടെ മുന്നിൽ വെച്ച് എനിക്കൊരു ചെറിയ ശഫാഅത്ത് ചെയ്യൂ. ആ വാക്കങ്ങ് പറഞ്ഞപ്പോൾ വല്ലാതെ കരഞ്ഞുപോയ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ശഫാഅത്തിന് വേണ്ടി ഞാൻ എൻ്റെ ബാപ്പയുടെ കൈപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ സാക്ഷ്യം പിടിക്കുമെന്ന് ഫാത്തിമ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കൂട്ടുകാരെ, SSFന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയൊരു റഹ്മത്തും അനുഗ്രഹവുമാണ് മുത്തുനബിയുടെ പൊരുത്തവും അവിടുത്തെ ശഫാഅത്തും ലഭിക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നബിയര്
ഇന്ന് പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോഴാണ് നമ്മുടെ ഈ സംസാരം നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും യശ്റബൂന മിൻ ഹൗദി, എല്ലാവർക്കും എന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയും. എന്റെ ദീനിന്റെ കുട്ടികൾക്ക് വഅന അഗ്രിഫു ബിയദയ്യ, ദീനിന്റെ മക്കൾക്ക് പ്രവർത്തകർക്ക് എന്റെ കൈകൊണ്ട് ഞാൻ നേരിട്ട് വെള്ളം കൊടുക്കും. അള്ളാഹു നമ്മുടെ നദീറിന് ആ തൗഫീഖ് പരസ്പരം കൊടുക്കട്ടെ. നമ്മുടെ നദീറിന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാട്ടിലെ ചെറുപ്പക്കാരെ, നദീറിന് റസൂലുള്ള നേരിട്ട് വെള്ളം കൊടുക്കുന്ന അവിടുത്തെ ഗുരുവര്യന്മാർ, ഉസ്താദുമാരും സാദാത്തുക്കളുമൊക്കെ ആ കുട്ടിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞത് കേട്ടില്ലേ? റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ പറ്റിയ ഒരവസ്ഥയിലായി നമ്മുടെ സുഹൃത്ത് നമ്മോട് വിട പറഞ്ഞില്ലേ? ആ സുഹൃത്തിന്റെ കൈപിടിച്ച് നമുക്കും സ്വർഗത്തിൽ കിടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ അനുജനായ നദീറിനെ ഞങ്ങൾ മറക്കുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പട്ടണത്തിൽ വന്നിറങ്ങി ബഹുവന്യരായ ഖാലിദ് സാഹിബ്, പ്രിയപ്പെട്ട ഉമ്മാക്ക് 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മാക്ക്, പൊന്നുമോനെ നദീറെ നിനക്കറിയാം, ഖാലിദ് സാഹിബിനെ മറക്കാത്ത കുട്ടിയല്ല നീ. കോഴിക്കോടിൽ വെച്ചുകൊണ്ട് ഉമ്മ എന്ന് വിളിച്ചിട്ട്, ഉമ്മ ഖാലിദാണ്, ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ്, മോനെ എവിടെ നിന്നാടാ നീ വിളിക്കുന്നത്? ഉമ്മ ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ്. മോനെ ഞാൻ അറിയാത്തൊരു വീട് നിനക്കുണ്ടോ? ഇല്ല ഉമ്മ, എനിക്ക് തൊപ്പി വെച്ച് 5 വക്ത് നിസ്കരിക്കാനുള്ള വഴി കാണിച്ചു തന്ന എന്റെ SSFന്റെ വീട്ടിൽ വെച്ച് ഉമ്മ ഞാൻ വിളിക്കുകയാണ്. ഞാനിവിടെ എത്തിയിട്ടേ ഉള്ളൂ, ഞാൻ ഉമ്മാന്റെ അരികിലേക്ക് വരും. ആ ഉമ്മ കണ്ടത് ഖാലിദ് സാഹിബിന്റെ മയ്യിത്തായിരുന്നു. അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഖാലിദ് വിട പറഞ്ഞു. ആ ഉമ്മ മോന്റെ മുഖമങ്ങ് കണ്ടപ്പോ, മോനെ 10,000-കണക്കിന് ആളുകളെ, ആലിമീങ്ങളെ, സാദാത്തുക്കളെ കണ്ടപ്പോ കണ്ണീരൊടുക്കിയിട്ട് പറഞ്ഞു, എന്റെ കുട്ടി ഒരു SSFകാരനായതുകൊണ്ട് എന്റെ മകൻ എത്ര ഭാഗ്യമാണ് ലഭിച്ചത്. ഖാലിദ് സാഹിബിന്റെ ഉമ്മ പറഞ്ഞുവെങ്കിൽ, നദീർ പൊന്നുമോനെ, ഖാലിദ് മരണപ്പെട്ടിട്ട് വർഷങ്ങളായി ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ഖാലിദിനെ മറന്നിട്ടില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ദിക്റുകൾ ഖാലിദിന്റെ ഖബറിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ മറക്കാൻ കഴിയാത്ത മുത്ത് ബഹുമാനപ്പെട്ട വെള്ളിലെ ഉസ്താദ് പടച്ചവനെ ആയുസ് മുഴുവനും ദിസാരയ്ക്ക് വേണ്ടി, SSFന് വേണ്ടി, ദീനിന് വേണ്ടി, ഹബീബായ മുത്തുനബിയുടെ മഹത്വത്ത് ലഭിക്കാൻ വേണ്ടി പാടുപെട്ട SSFകാരെ വെള്ളിലെ ഉസ്താദ് എപ്പോഴും പറയും, ഞാൻ എന്തിനാണ് ഒരു പ്രവർത്തകനാകുന്നത് അറിയോ? എനിക്ക് മുത്തുനബിയുടെ മുഖം കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു വേള മദീനയിലൊരു മൂല കിട്ടാൻ കൊതിയുണ്ട്. വെള്ളിലെ ഉസ്താദിന്റെ ചില വാക്കുകൾ, ക്ലാസുകളും മറ്റുമൊക്കെ. പക്ഷേ വെള്ളിലെ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞ് ഇതുപോലൊരു അപകടത്തിൽപ്പെട്ട് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് നോക്കുന്നു, എവിടെയാണ് കിടക്കുന്നത്? അൽഹംദുലില്ലാഹ്, ബഖീഇൽ കിടക്കാനുള്ള ചാരത്ത്. വെള്ളിലെ ഉസ്താദ് അല്പം തെറ്റിയാൽ ബഖീഇലല്ല, പക്ഷേ വെള്ളിലെ ഉസ്താദ് കിടക്കുന്ന സ്ഥലം അത് ബഖീഇൽ കിടക്കാനുള്ള തൗഫീഖ് ലഭിച്ച ഒരു സ്ഥലത്തായി പോയി. എന്റെ കൂട്ടുകാരെ, വെള്ളിലെ ഉസ്താദിനെ ലക്ഷക്കണക്കായ ദിക്റുകൾ ഖബറിലേക്ക് ചൊരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഇന്ന് എറണാകുളത്ത് മഗ്‌രിബിന് ശേഷം താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ നദീർ പൊന്നുമകന് വേണ്ടി ദുആ ചെയ്യാനിരിക്കുകയാണ്. അവിടുത്തെ അരികിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ നദീർ നമ്മോട് വിട പറഞ്ഞ് പള്ളിപ്പറമ്പിൽ കിടക്കുന്നുവെങ്കിലും, ഓ നദീർ, നിന്നെ ഞങ്ങൾ മറക്കുകയില്ല. 10,000-കണക്കിന് കുട്ടികൾ മറക്കുകയില്ല, ആലിമീങ്ങൾ മറക്കുകയില്ല, സാദാത്തുക്കൾ മറക്കുകയില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ഖമറുൽ ഉലമയും അടക്കമുള്ള ലക്ഷക്കണക്കിന് വരുന്ന പ്രസ്ഥാനത്തിന്റെ മക്കൾ കോടിക്കണക്കിന് ദിക്റുകൾ നദീറിന്റെ ഖബറിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നദീറിന്റെ വാപ്പയോട്, കുടുംബത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്,
നിങ്ങൾ നിങ്ങളുടെ നദീർ എന്ന പൊന്നുമകനെ ഒരു SSFകാരനാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ രംഗം ഇന്ന് കണ്ടത് തന്നെയാ. കുടുംബത്തെക്കാളും കണ്ണീരൊഴുക്കിയ ഈ പ്രിയപ്പെട്ട നദീറിന്റെ കൂട്ടുകാരായ സഹോദരങ്ങൾ, സ്വന്തം അനുജനേക്കാളും കണ്ണീരൊഴുക്കിയ സംഘടനാ കുടുംബത്തിലെ അംഗങ്ങൾ അവിടുത്തെ ആ ജനാദ വാഹനത്തിൽ നിന്നിറങ്ങിയപ്പോ നദീറിന്റെ ആ ജനാദ കൊണ്ടുവരുമ്പോ വല്ലാതെ കണ്ണീരൊഴുക്കിപ്പോയ സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികൾ, SSFന്റെ മക്കൾ പ്രത്യേകിച്ചും, ആ കുട്ടികൾ തൃശൂർ ജില്ലയിലല്ല കേരളത്തിലെ 14 ജില്ലകളിലും കേരളത്തിന്റെ പുറത്തും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പുറത്തുമുള്ള ലക്ഷക്കണക്കിന് വരുന്ന സഹോദരങ്ങൾ നദീറിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുടുംബങ്ങൾക്ക് ഒരു വല്ലാത്ത സന്തോഷമുള്ള ഒരു രംഗം തന്നെയാണ്. ഈ പൊന്നുമകന് കിട്ടിയ ഭാഗ്യം അത് വലിയ തൗഫീഖാണ്. SSF എന്ന കുടുംബത്തിലെ ഒരംഗമായതുകൊണ്ട് ആ കുട്ടി ഉസ്താദുമാരെ സൂചിപ്പിച്ച് എല്ലാവർക്കും നന്മയുള്ള ഒരു കുട്ടിയായി വളർന്നത് അത് SSF എന്ന പ്രസ്ഥാനം കൊണ്ട് കിട്ടിയ വലിയൊരു നേട്ടമാണ്. അല്ലാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ നദീറിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മുടെ നദീറിന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. കൂട്ടുകാരെ, ഇവിടെ നിന്ന് പോകുമ്പോ അതോടെ നമ്മുടെ നദീറിനെ മറക്കൂല. നമ്മൾ ഖാലിദ് സാഹിബിനെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിയ SSFകാരെ ഒരിക്കലും നമ്മുടെ നദീറിനെ മറക്കൂ. നമ്മൾ മറക്കുകയില്ല. ഇതോടുകൂടെ സമാപിക്കുന്നതല്ല. നമ്മുടെ നദീർ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള ഒരനുജനാണ്, അല്ല ഒരു കൂട്ടുകാരൻ, നല്ല കുട്ടിയാണ്. നമ്മുടെ ആ സുഹൃത്തിന് വേണ്ടി എപ്പോഴും നാം ദുആ ചെയ്യുമെന്നും അതോടുകൂടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നദീറിനെ പോലെയുള്ള ആ കൂട്ടുകാർക്ക് അല്ലാഹു കൊടുത്തൊരു തൗഫീഖ്, സംഘടനാ കുടുംബത്തിലൊരു അംഗമായി പ്രവർത്തിച്ചതുകൊണ്ട് കിട്ടിയ വലിയൊരു നേട്ടം. നാളെ പള്ളിപ്പറമ്പിലേക്ക് കൂട്ടുകാരെ നമ്മൾ പോകുമ്പോ 10,000-കണക്കിനെന്ന് പറയണ്ട, 1000 ആളുകൾ നമുക്കൊരു യാസീൻ ഓതാൻ ഉണ്ടാക്കി വെക്കണം. നദീർ നമുക്കൊരു പാഠമാണ്. നദീർ നമുക്കൊരു മാർഗദർശിയായി പോയിരിക്കുകയാണ്. അല്ലാഹു നദീറുമൊത്ത് സ്വർഗ്ഗത്തിൽ കിടക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.